ഇരയായ പെൺകുട്ടി, ആ പെൺകുട്ടി എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ മകളാണ്, അല്ലെങ്കിൽ നമ്മുടെ സഹോദരിയാണ്. നാളെയും നമ്മുടെ സഹോദരിമാർക്കും നമ്മുടെ മക്കൾക്കും ഈ ഇൻഡസ്ട്രിയിലല്ല, ഈ സമൂഹത്തിൽ ഇത്തരം അവരുടെ കഴിവുകളെ സ്വാധീനിച്ച് എവിടെങ്കിലും അവരുടെ കഴിവുകൾ പ്രദർശിപ്പിക്കേണ്ട മേഖലയിൽ അവർ ആക്രമണത്തിന് വിധേയരായാൽ ഒരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റില്ല. അങ്ങനെ അംഗീകരിക്കുന്ന വിഷയം ഒതുക്കുന്നില്ല. ഏതെങ്കിലും ഒരു മതത്തിനോ സമുദായത്തിനോ എതിരായ സിനിമയായിരുന്നില്ല. പക്ഷേ അതിനെ വളരെ സംഘടിതമായി അതിന് പ്രത്യേക ഒരു കളർ കൊടുത്ത് സെൻസർ ബോർഡിനെ ഉപയോഗപ്പെടുത്തി ആ ഭാഗങ്ങൾ കട്ട് ചെയ്ത് ഭീഷണിപ്പെടുത്തി അതിൻ്റെ സാങ്കേതിക മേഖല പ്രവർത്തിച്ച പല ആളുകളുടെയും വീടുകളുടെ റെയ്ഡ് നടത്തി. ഇപ്പം എന്താ, ഭൂരിപക്ഷ ആളുകൾ മാന്യമായിട്ട് ഇടപെടുന്നു. വനിതകളോട്, പ്രത്യേകിച്ച് സിനിമാ രംഗത്തുള്ള വനിതാ പ്രവർത്തകരോട് വളരെ മാന്യമായിട്ട് ഇടപെടുന്നു. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ ഒരു നിലപാട് സ്വീകരിക്കുമ്പോൾ ഇവർക്ക് ആത്മവിശ്വാസം കിട്ടി. ഈ ആത്മവിശ്വാസം എങ്ങനെ പൂർണ്ണതയിലെത്തുന്നത്? അതിൻ്റെ നിയമപരമായ കാര്യങ്ങളിലേക്ക് നമ്മൾ എത്തണം. അതിനുള്ള സംവിധാനം കൊണ്ടാണ് തിയേറ്റർ ലാഭകരമായി അവർക്ക് നടത്താൻ കഴിയുന്ന സാഹചര്യം സൃഷ്ടിച്ചുകൊണ്ട് ഈ ടിക്കറ്റ് സംവിധാനം വരുന്നതോടുകൂടി ആ പ്രശ്നം പരിഹാരം കാണാൻ പറ്റും. അത് എല്ലാവരും വർഷങ്ങളെ ആവശ്യപ്പെട്ട ഒരു കാര്യമാണ്. തിയേറ്ററുകാരും ഈ മേഖല പ്രവർത്തിക്കുന്ന പ്രൊഡ്യൂസേഴ്സും എല്ലാവരും, സംവിധായകന്മാരും എല്ലാം ആവശ്യപ്പെട്ട ഒരു കാര്യമാണ്. പക്ഷേ ഒരു ഗവൺമെൻറ് നടപ്പാക്കിയില്ല. ഈ ഗവൺമെൻറ് അത് നടപ്പാക്കി. ഇപ്പോൾ ഒരു എഗ്രിമെൻറ്റ് ഒപ്പിട്ട് കഴിഞ്ഞു, MOU സൈൻ ചെയ്തു. അതിൻ്റെ ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യുക. ഏറ്റവും വേഗം ഈ ടിക്കറ്റിംഗ് സംവിധാനം വരും. അത് ഞാൻ പറഞ്ഞല്ലോ, ഈ കോൺക്ലേവിനും അനുബന്ധമായി ചെയ്യേണ്ട ഒട്ടേറെ കാര്യങ്ങൾ ഞങ്ങൾ നേരത്തെ തുടങ്ങി. നമസ്കാരം. സിനിമാ സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ നമുക്കൊപ്പം ചേരുകയാണ്. മിനിസ്റ്റർ, സിനിമാ കോൺക്ലേവിനുള്ള ഒരുക്കങ്ങൾ അന്തിമഘട്ടത്തിലാണ്. സംസ്ഥാന സർക്കാർ സിനിമാ കോൺക്ലേവിലൂടെ ലക്ഷ്യമിടുന്നത് എന്താണ്? ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഒരു സ്റ്റേറ്റിൽ ഒരു സിനിമ നയം രൂപപ്പെടുത്താൻ കോൺക്ലേവ് സംഘടിപ്പിക്കുന്നത്. വളരെ ജനാധിപത്യപരമായ ചർച്ചകളിലൂടെ ഒരു സിനിമാ നയം രൂപപ്പെടുക. അതിൻ്റെ കാതലായ കാരണം ഈ മേഖലയിൽ ഗവൺമെൻറ് നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന സാങ്കേതികമായ, നിയമപരമായ, ഭൗതികമായ എല്ലാ കാര്യങ്ങളെ സംബന്ധിച്ചും എല്ലാവരുമായി ചർച്ച ചെയ്യണം. ഇതിനുവേണ്ടി ഞങ്ങൾ ബഹുമാനപ്പെട്ട ഷാജി എൻ കരുൺ കൺവീനറായ ഒരു കമ്മിറ്റി നേരത്തെ രൂപീകരിച്ചു. അവർ ഒരു ഡോക്യുമെൻ്റ് തന്നു. ആ പേപ്പറാണ് നമ്മൾ സബ്മിഷനായിട്ട് കൊടുക്കുന്നത്, ഇവിടെ വെക്കും. അതിൽ 9 ഭാഗമായി തിരിച്ച് പാനൽ ചർച്ച നടക്കും. ഒരു 30-35ഓളം വിഷയങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ആ പാനൽ ഡിസ്കഷൻ വരുന്നുണ്ട്. അതിൻ്റെ ഭാഗമായി വരുന്ന പൊതു ചർച്ചയിൽ ഉരുത്തിരിഞ്ഞു വരുന്ന ആശയങ്ങൾ കൂടി വെച്ചുകൊണ്ട് അന്തിമമായ രൂപം തുടർന്ന് രൂപപ്പെടുത്തി ക്യാബിനറ്റിൽ വന്ന് നിയമസഭയിലേക്ക് വരികയാണ് ഉദ്ദേശിക്കുന്നത്. ആ നിലയിൽ രാജ്യത്തിന് തന്നെ മാതൃകയാകുന്ന ഒരു കോൺക്ലേവ്, ഒരു നയം, ഒരു വലിയ ഇൻഡസ്ട്രിയായി ഇതിനെ ഡെവലപ്പ് ചെയ്യുക. ആ ഇൻഡസ്ട്രിയായി ഡെവലപ്പ് ചെയ്യുമ്പോൾ വരുമാനത്തിൽ സ്റ്റേറ്റിന് വർധന വരും, ഒരുപാട് പുതിയ തൊഴിൽ സാധ്യതകൾ വരും, സാങ്കേതിക മികവുണ്ടാവും, പാർശ്വവൽക്കരിക്കപ്പെട്ട ഒട്ടേറെ ആളുകൾക്ക് സിനിമാ രംഗത്തെ കടന്നു വരാനുള്ള അവസരം കിട്ടും, സ്ത്രീ സുരക്ഷ 100% ഉറപ്പുവരുത്താൻ കഴിയും. അങ്ങനെ നമ്മുടെ നാട്ടിൽ എല്ലാ മേഖലയും സ്പർശിക്കുന്ന ഒരു ഇൻഡസ്ട്രിയായി നമ്മുടെ സമൂഹത്തിൻ്റെ മുന്നോട്ടുള്ള പ്രയാണത്തിന് ശക്തി പകരുന്ന ഒരു മീഡിയമായി ഇത് മാറുന്നതാണ് ഇതുകൊണ്ട് ഞങ്ങൾ ലക്ഷ്യമിടുന്നത്. ഈ കോൺക്ലേവിൽ ഉണ്ടാക്കുന്ന ആ നയം അത് ഈ വരുന്ന ഏറ്റവും അടുത്ത് വരുന്ന നിയമസഭാ സമ്മേളനത്തിൽ തന്നെ നമുക്ക് ബില്ലായി കൊണ്ടുവരാൻ സാധിക്കുമോ? അതാണ് നമ്മളിപ്പോൾ ലക്ഷ്യമിടുന്നത്. പക്ഷേ ഈ ഒരു ചർച്ചയിൽ ഉരുത്തിരിഞ്ഞു വരുന്ന വിഷയങ്ങൾ കൂടി പരിശോധിച്ച് അതിനാവശ്യമായ ഡേറ്റകൾ കളക്ട് ചെയ്ത് പരമാവധി ഒരു 2 മാസത്തിനുള്ളിൽ ഇത് ഫൈനലൈസ് ചെയ്യാൻ നമ്മൾ ലക്ഷ്യമിടുന്നത്. അങ്ങനെ വന്നാൽ അത് ക്യാബിനറ്റ് അപ്രൂവൽ കിട്ടണം. എന്തായാലും ഈ ഗവൺമെൻറ് കാലത്ത് ഈ നയം നമ്മൾ അപ്ലൈ ചെയ്യും, അല്ലെങ്കിൽ അത് നിയമസഭയിൽ പാസ്സാക്കാൻ കഴിയുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഈ നയരൂപീകരണത്തിൻ്റെ ഭാഗമായി സിനിമാ സംഘടനകളുടെയൊക്കെ അഭിപ്രായങ്ങൾ തേടിയിട്ടുണ്ടാകുമല്ലോ. അങ്ങനെ എല്ലാ സംഘടനകളും അഭിപ്രായങ്ങൾ സമർപ്പിച്ചിട്ടുണ്ടോ? ഈ അഭിപ്രായങ്ങളൊക്കെ പരിഗണിക്കപ്പെടാൻ പറ്റുന്നതാണോ? ഗവൺമെൻറ് നിയോഗിച്ച ഷാജി എൻ കരുണിൻ്റെ നേതൃത്വത്തിലുള്ള കമ്മിറ്റി എല്ലാ സംഘടനകളുമായും ഈ മേഖലയുമായി ബന്ധപ്പെടുന്ന പ്രമുഖ വ്യക്തികളുമായും രാജ്യത്ത് തന്നെ ഈ മേഖലയെക്കുറിച്ച് അറിവുള്ളവരുമായും രാജ്യത്തിന് പുറത്തുള്ള ഈ മേഖലയെക്കുറിച്ചുള്ള ആളുകളുമായും ചർച്ച നടത്തിയിട്ടുണ്ട്. അങ്ങനെ അവർ ചർച്ച നടത്തി തയ്യാറാക്കിയ ഒരു പേപ്പറാണ് നമ്മൾ ഇവിടെ സബ്മിറ്റ് ചെയ്യുന്നത്.
എന്നാൽ അത് മാത്രം പോരാ. അവർ കമ്മിറ്റിയുടെ മുന്നോട്ട് വെക്കുന്ന സബ്മിഷൻ മാത്രം പോരാ. കുറച്ചുകൂടി ജനാധിപത്യപരമായി ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന മറ്റ് ആളുകളെയും കൂടി ബന്ധപ്പെടുത്തി ഒരു കോൺക്ലേവ് നടക്കണം. 500ഓളം ഡെലിഗേറ്റ്സിനെയാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഇന്ത്യക്ക് പുറത്ത് പല രാജ്യങ്ങളിൽ നിന്ന്, ജർമ്മനി, US അടക്കമുള്ള പല രാജ്യങ്ങളിലുള്ള പ്രമുഖ ചലച്ചിത്ര മേഖലയിലെ പ്രമുഖന്മാർ വരുന്നുണ്ട്. രാജ്യത്തെ ഒട്ടേറെ സ്റ്റേറ്റുകളിൽ നിന്നുള്ള രാജ്യം അറിയപ്പെടുന്ന ഒരുപാട് പ്രമുഖ കലാകാരന്മാർ വരുന്നുണ്ട്. നമ്മുടെ സംസ്ഥാനത്തെ ഇന്ന് ജീവിച്ചിരിക്കുന്ന അടൂർ ഗോപാലകൃഷ്ണനെ പോലുള്ള, അല്ലെങ്കിൽ ശിവകുമാരൻ തമ്പി സാറിനെ പോലുള്ള, മോഹൻലാലിനെ പോലെയുള്ള ഈ രംഗത്തെ അധികായകന്മാർ ഒരുപാട് പേര് ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. ഇവരുടെ എല്ലാ അഭിപ്രായങ്ങളും കേൾക്കും. അതാണ് നമ്മുടെ പാനൽ ഡിസ്കഷൻ എന്ന് പറയുമ്പോൾ 9 പാനൽ ഡിസ്കഷനാണ് വരുന്നത്. ഒട്ടേറെ വിഷയങ്ങൾ അതിനകത്ത് അവതരിപ്പിക്കുന്നുണ്ട്. ആ ഡിസ്കഷനിലൂടെ വരുന്ന പുതിയ നിർദ്ദേശങ്ങളിലൂടെ സമാഹരിച്ചുകൊണ്ടാണ് നമ്മൾ അന്തിമമായ ഒരു ഡ്രാഫ്റ്റിലേക്ക് എത്താൻ പോകുന്നത്. ഇതിൽ മറ്റൊന്ന് ലിംഗസമത്വം അല്ലെങ്കിൽ തൊഴിൽ സുരക്ഷിതത്വം അങ്ങനെ തുടങ്ങിയ ഒട്ടേറെ പരാതികൾ 2017 നടിയാക്രമിക്കപ്പെട്ട സംഭവത്തിന് ശേഷം അതൊക്കെ പരസ്യമായി പറയുകയാണ്. ഈ നിയമം വരുന്നതോടുകൂടി ഈ പ്രശ്നങ്ങൾക്കൊക്കെ ഒരു ശാശ്വത പരിഹാരമുണ്ടാകും. പരിഹാരം ഉണ്ടാകണമല്ലോ. പരിഹാരം ഉണ്ടാകുന്നതിന് വേണ്ടി 2 റിപ്പോർട്ടുകൾ നമ്മുടെ ഗവൺമെൻറ്റുകളുടെ കാലത്ത് നമ്മൾ തേടിയിട്ടുണ്ട്. അതിലൊന്ന് ഹേമ കമ്മിറ്റി റിപ്പോർട്ട്, അതിന് മുമ്പ് അടൂർ ഗോപാലകൃഷ്ണൻ റിപ്പോർട്ടുകൾ വന്നു. റിപ്പോർട്ടിന്മേലുള്ള തുടർ നടപടി ആണ് നമ്മൾ പിന്നീട് ചർച്ച ചെയ്തത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ലിംഗസമത്വം, പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്കെതിരെ കടന്നു വരാനുള്ള അവസരങ്ങൾ ഉൾപ്പെടെ സിനിമ ഇൻഡസ്ട്രിയിൽ ഇന്ന് നിലനിൽക്കുന്ന ഒട്ടേറെ പ്രശ്നങ്ങൾ നമ്മൾ അഡ്രസ്സ് ചെയ്യാൻ പോവുകയാണ്. ചിലപ്പോൾ അത് നിയമനിർമ്മാണം വേണ്ടി വരും. പക്ഷേ എല്ലാവരുടെയും പിന്തുണ വേണം. ഈ ഇൻഡസ്ട്രിയിലുള്ള മുഴുവൻ ആളുകളുടെയും പൊതുജനങ്ങളുടെയും പിന്തുണ വേണം. അങ്ങനെ എല്ലാവരുടെയും പിന്തുണ സ്വീകരിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഞങ്ങൾ ഇതിലേക്ക് എത്തുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങ് ചോദിച്ച കാര്യത്തിന് എൻ്റെ ഒരു വിശ്വാസം, ഈ നയം രൂപീകരിക്കപ്പെടുകയും ഇതിൻ്റെ ഭാഗമായി വരുന്ന നിയമനിർമ്മാണം ഉൾപ്പെടെയുള്ള മറ്റെല്ലാ കാര്യങ്ങളും, ഭൗതികമായ സൗകര്യങ്ങൾ ഒരുക്കപ്പെടുന്ന ഉൾപ്പെടെ ഒറ്റ ദിവസം കൊണ്ട് ഇതില്ല. ഇപ്പോൾ നമ്മൾ ഉദാഹരണം, ഇപ്പോൾ ചിത്രാഞ്ജലി സ്റ്റുഡിയോയിൽ നമ്മൾ ഭൗതിക സാഹചര്യം ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. 150 കോടി രൂപയുടെ നവീകരണം നടന്നുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഫസ്റ്റ് ഫേസ് ഉദ്ഘാടനം ചെയ്യാൻ പോവുക. 70 കോടി. കൊച്ചിയിലാണെങ്കിൽ ഏറ്റവും ആധുനികമായ റെക്കോർഡിംഗ് സ്റ്റുഡിയോ, അതിൻ്റെ ഒരു അവസാന ഘട്ടത്തിലേക്ക് എത്തി. ഒട്ടേറെ തിയേറ്ററുകൾ കേരളത്തിൽ പണിതുകൊണ്ടിരിക്കുന്നു. പുതിയ സ്ക്രീനുകൾ, പുതിയ തിയേറ്ററിൽ പണിയുന്നുള്ള DPRലേക്ക് നമ്മൾ കടന്നിരിക്കുന്നു. OTT പ്ലാറ്റ്ഫോം കേരളത്തിൽ കൊണ്ടുവന്നു ഈ ഗവൺമെൻറ്, ഞാൻ മന്ത്രിയായതിനു ശേഷം. അപ്പം സിനിമാ ഇൻഡസ്ട്രിയിൽ നമ്മൾ ഒരുക്കുന്ന ഈ ഭൗതിക സാഹചര്യങ്ങളും ആവശ്യമായിട്ട് നിലവിലുള്ള നിയമവ്യവസ്ഥയ്ക്കുള്ളിൽ നിന്നുകൊണ്ടുള്ള പുതിയ നിയമനിർമ്മാണങ്ങളും ജനങ്ങളുടെ പിന്തുണയും ഈ ഇൻഡസ്ട്രിയിലുള്ളവരുടെ പിന്തുണയും കൂടി ചേരുമ്പോൾ ഒരു സംശയം വേണ്ട, ഒരു വലിയ ചേഞ്ച് ഈ രംഗത്ത് വരും എന്ന ദീർഘവീക്ഷണത്തോടുള്ള കാഴ്ചപ്പാടാണ് ഈ ഗവൺമെൻറ് കാലത്ത് നമ്മൾ ഈ കോൺക്ലേവിലൂടെ നമ്മൾ ലക്ഷ്യമിടുന്നത്. ഈ മറ്റൊന്ന്, ഇപ്പോൾ മൾട്ടിപ്ലക്സ് തിയേറ്ററുകൾ വ്യാപകമാകുന്ന സാഹചര്യമാണ്. അപ്പോൾ ഈ മൾട്ടിപ്ലക്സുകൾ വന്നതിന് ശേഷം ടിക്കറ്റ് നിരക്ക് തോന്നിയതുപോലെയാണ് മിക്ക തിയേറ്ററുകളിലും. അപ്പം അങ്ങനെ ടിക്കറ്റ് നിരക്ക് ഏകീകരിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഒരുപക്ഷെ കൂടുതൽ പ്രേക്ഷകർ തിയേറ്ററുകളിലേക്ക് എത്താനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ഏതെങ്കിലും തരത്തിലൊരു നിയമനിർമ്മാണത്തിൻ്റെ സാധ്യതയുണ്ട്? അങ്ങനെ ആലോചന ഏതെങ്കിലും ഘട്ടത്തിൽ നടത്തിയിട്ടുണ്ടോ? ഈ ടിക്കറ്റിംഗ് സംവിധാനത്തിലേക്ക് മാറുകയാണ്. അതിനിപ്പോൾ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി ഞങ്ങളുമായിട്ട് ഇപ്പോൾ ഒരു എഗ്രിമെൻറ്റ് ഒപ്പിട്ട് കഴിഞ്ഞു, MOU സൈൻ ചെയ്തു. അതിൻ്റെ ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യുകയാണ്. ഏറ്റവും വേഗം ഈ ടിക്കറ്റിംഗ് സംവിധാനം വരും. അത് ഞാൻ പറഞ്ഞല്ലോ, ഈ കോൺക്ലേവിനും അനുബന്ധമായി ചെയ്യേണ്ട ഒട്ടേറെ കാര്യങ്ങൾ ഞങ്ങൾ നേരത്തെ തുടങ്ങി. അതിനാവശ്യമായ ഈ ടിക്കറ്റിംഗ് സംവിധാനത്തിലുള്ള പണം കഴിഞ്ഞ ബഡ്ജറ്റിൽ നമ്മൾ ഒപ്പിച്ചു. അപ്പോൾ ഈ ടിക്കറ്റിംഗ് സംവിധാനം വരുമ്പോൾ ഏകീകരണം വരും. നമുക്ക് കിട്ടേണ്ട പണം കൃത്യമായി തദ്ദേശഭരണ സ്ഥാപനം കിട്ടേണ്ട പണം, സർക്കാരിന് കിട്ടേണ്ട പണം, ക്ഷേമനിധി കിട്ടേണ്ട പണം ഒക്കെ കൃത്യമായിട്ട് കിട്ടും. ഇതിനിടയിൽ ഒരു മിസ്അപ്രോപ്രിയേഷൻ നടക്കാൻ ഇടവരില്ല. അപ്പം മികച്ച സാങ്കേതികത്വം ഈ തിയേറ്ററുകളിൽ വാങ്ങിക്കുന്ന പണം ഏതെല്ലാം മേഖലയിൽ കൊടുക്കണമോ ആ മേഖലയെല്ലാം കൊടുക്കത്തക്ക രൂപത്തിൽ തിയേറ്റർ ലാഭകരമായി അവർക്ക് നടത്താൻ കഴിയുന്ന സാഹചര്യം സൃഷ്ടിച്ചുകൊണ്ട് ഈ ടിക്കറ്റ് സംവിധാനം വരുന്നതോടുകൂടി ആ പ്രശ്നത്തിന് പരിഹാരം കാണാൻ പറ്റും. അത് എല്ലാവരും വർഷങ്ങളെ ആവശ്യപ്പെട്ട ഒരു കാര്യമാണ്. തിയേറ്ററുകാരും ഈ മേഖല പ്രവർത്തിക്കുന്ന പ്രൊഡ്യൂസേഴ്സും എല്ലാവരും, സംവിധായകന്മാരും എല്ലാം ആവശ്യപ്പെട്ട ഒരു കാര്യമാണ്. പക്ഷേ ഒരു ഗവൺമെൻറ് നടപ്പാക്കിയില്ല, ഈ ഗവൺമെൻറ് അത് നടപ്പാക്കി.
ഈ മറ്റൊന്ന്, ഈ ജാനകി എന്ന ഒറ്റൊരു വാക്കിൻ്റെ പേരിലാണ് ഒരു സിനിമ കുറേ ദിവസം അത് റിലീസ് വൈകുകയാണ്. അങ്ങനെ സെൻസർ ബോർഡ് അനാവശ്യമായ ഇടപെടലുകൾ മലയാള സിനിമയിൽ നടത്തുന്നുണ്ടെന്നൊരു തോന്നലുണ്ടോ? അല്ല, ഞാൻ ആ പ്രശ്നത്തെ സംബന്ധിച്ച് ഗവൺമെൻറ് നിലപാട് അന്ന് തന്നെ വ്യക്തമാക്കിയതാണ്. കാരണം ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ ചോദ്യം ചെയ്യാൻ പാടില്ല. രാജ്യത്ത് ഇന്നത്തെ ഭരണ സംവിധാനം നമ്മുടെ രാജ്യത്തിൻ്റെ ജനാധിപത്യ വ്യവസ്ഥയ്ക്ക് ഭീഷണി ഉണ്ടാകുന്ന തരത്തിലുള്ള ഒരുപാട് ഇടപെടൽ നടക്കുന്നുണ്ട്. ഇവിടെ നേരത്തെ ഒരു സിനിമ വന്നല്ലോ, നമ്മുടെ മോഹൻലാലൊക്കെ അഭിനയിച്ച് പൃഥ്വിരാജ് സംവിധാനം ചെയ്ത സിനിമ. ഏതെല്ലാം തരത്തിലുള്ള വിവാദമാണ് ഉണ്ടാക്കിയത്. അടിസ്ഥാനപരമായി ആ സിനിമ ഏതെങ്കിലും ഒരു മതത്തിനോ സമുദായത്തിനോ എതിരായ സിനിമയായിരുന്നില്ല. പക്ഷേ അതിനെ വളരെ സംഘടിതമായി അതിന് പ്രത്യേക ഒരു കളർ കൊടുത്ത് സെൻസർ ബോർഡിനെ ഉപയോഗപ്പെടുത്തി ആ ഭാഗങ്ങൾ കട്ട് ചെയ്ത് ഭീഷണിപ്പെടുത്തി അതിൻ്റെ സാങ്കേതിക മേഖല പ്രവർത്തിച്ച പല ആളുകളുടെയും വീടുകളുടെ റെയ്ഡ് നടത്തി നമ്മുടെ കേരളത്തിൽ ഇറങ്ങുന്ന ഒരു സിനിമയുടെ, രാജ്യത്ത് വരുന്നൊരു സിനിമയുടെ ആവിഷ്കാരത്തെ ചോദ്യം ചെയ്തു. ജാനകി സിനിമ വന്നപ്പോൾ ആ ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ ഒരിക്കലും സെൻസർ ബോർഡ് ഇടാൻ പാടില്ല, അത് സ്വതന്ത്രമായി പറയട്ടെ. ആ സിനിമയുടെ കണ്ടൻറ്റ് ഒരു പക്ഷേ രാഷ്ട്രീയമായി ഞങ്ങൾക്കെതിരായിട്ടുള്ള വലിയ കള്ളത്തരവും നുണ പറയുന്ന ഒരു കണ്ടൻറ്റാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അത് വേറെ കാര്യം. പക്ഷേ ഏത് കാര്യം പറഞ്ഞാലും അതൊരു ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ ഭാഗമായിട്ടൊരു സിനിമ വരുന്നു. അതിന് ഒരു പേരിൻ്റെ ഭാഗമായി അതൊരു ആ പേര് ഇതിനു മുമ്പ് അതേ പേരിൽ സിനിമ ഇറങ്ങിയിട്ടുണ്ട്. അന്ന് ഇത്തരം ആറ്റിറ്റ്യൂഡ് ആരും എടുത്തിട്ടില്ല. അന്ന് ഇത്തരം ആറ്റിറ്റ്യൂഡ് എടുക്കാൻ പറ്റുന്ന ആളുകൾ കേരളത്തിലില്ലായിരുന്നു, അല്ലെങ്കിൽ അങ്ങനൊരു ബോധമില്ലായിരുന്നു. പക്ഷേ ഇന്ന് പുതിയൊരു ബോധത്തിലേക്ക് കേരളത്തിലെ സമൂഹത്തെ, രാജ്യത്തെ മാറ്റം വരുത്തിക്കൊണ്ടിരിക്കുന്ന ആ ശക്തികൾ കേരളത്തിൽ നിന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ആറ്റിറ്റ്യൂഡിനാണ് നമ്മൾ ചോദ്യം ചെയ്യുന്നത്, സിനിമയുടെ കണ്ടന്റിനല്ല നമ്മൾ ചോദ്യം ചെയ്യുന്നത്. അങ്ങനെയെങ്കിൽ ഇത് ഭാവിയിലും വെല്ലുവിളിയാകില്ലേ സിനിമാ പ്രവർത്തകർക്ക്? അല്ല, സിനിമ മാത്രമല്ലല്ലോ. ഇപ്പോൾ എത്ര സാഹിത്യകാരന്മാർ ഇന്ത്യയിൽ മരിച്ചു, കൊല്ലപ്പെട്ടു, എത്ര സാഹിത്യകാരന്മാരെ കൊന്നു. സിനിമാ രംഗത്ത് ഈ ഭീഷണിയില്ലേ? ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ മാധ്യമങ്ങൾ ഇന്ന് സ്വതന്ത്രമാണ്. നിങ്ങൾ രാജ്യത്ത് ഭരിക്കുന്ന ശക്തികൾക്കെതിരെ നിങ്ങൾ കൈവിട്ട് നിങ്ങൾ വാർത്ത കൊടുത്താൽ നിങ്ങൾ വിവരം അറിയും. പത്രമാധ്യമങ്ങൾ സ്വതന്ത്രമാണോ? എല്ലാത്തിനെയും മേടിച്ചുകൊണ്ടിരിക്കുകയല്ലേ, എല്ലാത്തിനെയും ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയല്ലേ. ഇപ്പം ഞാൻ ചോദിക്കട്ടെ, ഇലക്ഷൻ കമ്മീഷൻ്റെ നിഷ്പക്ഷത ഇപ്പം നമുക്ക് വിശ്വസിക്കാൻ പറ്റും? ഇപ്പം രാജ്യത്തിൻ്റെ പാർലമെൻറ്റ് നടന്നുകൊണ്ടിരിക്കുന്ന ചർച്ച എത്ര ഗൗരവമേറിയാണ്. ഒരു രാജ്യത്ത് വോട്ടർ പട്ടികയിൽ മാനദണ്ഡങ്ങളെല്ലാം മാറ്റി വെച്ചിട്ട് ഇഷ്ടപ്പെടുന്നവരെ ഒഴിവാക്കി ഇഷ്ടപ്പെടുന്ന ഉൾപ്പെടുത്തുക. അപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ നിഷ്പക്ഷത നമുക്ക് ചോദിക്കാൻ പറ്റും? അപ്പോൾ നമ്മുടെ ഫെഡറൽ സംവിധാനത്തെ എല്ലാം ചോദ്യം ചെയ്യൂടെ. ഇപ്പോൾ സ്റ്റേറ്റിൻ്റെ അധികാരത്തെ കവർന്നെടുക്കുകയല്ലേ പല കാര്യങ്ങൾ. ഇപ്പോൾ ഇവിടെ വിദ്യാഭ്യാസ മേഖലയിൽ കൊടുക്കേണ്ട പണം ബ്രാൻഡിങ്ങിൻ്റെ ഭാഗമായിട്ട് കൊടുക്കാതിരിക്കുകയല്ലേ, അല്ലെ ഹെൽത്ത് മേഖലയിൽ കൊടുക്കേണ്ട പണം കൊടുക്കുന്നില്ലല്ലോ. അപ്പോൾ രാജ്യത്തെ ഭരണകൂടം വർഗീയമായ ഒരു ആശയത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി സാഹിത്യ മേഖല, സിനിമാ രംഗത്ത്, സാംസ്കാരിക മേഖല ഒക്കെ ഇടപെട്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ മേഖലയൊക്കെ പുതിയ ആശയഗതികളാണ് കൊണ്ടുവരുന്നത്. ആ പുതിയ ആശയഗതികളെ ശക്തമായി ചോദ്യം ചെയ്യപ്പെടുകയും അതിനെ എതിർക്കുകയും ചെയ്യുക എന്ന രാഷ്ട്രീയമാണ് കേരളത്തിലെ ഇടതുപക്ഷ മുന്നണിയും ഗവൺമെൻറ് ഇതുവരെ അനുവർത്തിച്ചു വരുന്നത്. ആ നയം കൂടുതൽ ശക്തമായി നമ്മൾ മുന്നോട്ട് കൊണ്ടുപോയെങ്കിൽ മാത്രമേ കേരളത്തിൻ്റെ മതേതര സ്വഭാവവും കേരളത്തിൻ്റെ ജനാധിപത്യ സംവിധാനവും നിലനിൽക്കുമെന്ന് വിശ്വസിക്കുന്ന ഒരു ഗവൺമെൻറ്റാണ് ഈ ഗവൺമെൻറ്. ആ ആറ്റിറ്റ്യൂഡാണ് ഞങ്ങൾ ഇത്തരം പ്രശ്നങ്ങൾ ഞങ്ങൾ സ്വീകരിക്കും. ഈ സിനിമാ കോൺക്ലേവ് ഒരുപക്ഷെ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രതീക്ഷ, സിനിമാ പ്രവർത്തകർക്കും വലിയ പ്രതീക്ഷ നൽകുന്നതാണ്. ഇതിൻ്റെയൊക്കെ അടിസ്ഥാനം ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് 2017 നടി ആക്രമിച്ച സംഭവമൊക്കെയാണ്. അപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വരാൻ വൈകിയത് ഒരുപക്ഷെ ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്താണ് റിപ്പോർട്ട് കൈമാറുന്നത്. ഏതാണ്ട് 5 വർഷം ഇപ്പോൾ കഴിയുന്നു. പക്ഷെ അതിൻ്റെ പഴി മുഴുവൻ കേട്ടത് രണ്ടാം പിണറായി സർക്കാരിലെ മന്ത്രി സജി ചെറിയാനാണ്. വൈകിപ്പോയോ റിപ്പോർട്ട് പുറത്ത്? ഇല്ലില്ല. അതിൻ്റെ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ റിപ്പോർട്ട് ഒന്നാം പിണറായി ഗവൺമെൻറ് കാലത്ത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ ഏൽപ്പിക്കുന്നു. അന്ന് ബഹുമാന്യ ശ്രീ എ കെ ബാലനാണ് സാംസ്കാരിക മന്ത്രി. അത് സർക്കാർ സൂക്ഷിക്കണമെന്നും ഈ റിപ്പോർട്ടിൻ്റെ പ്രസക്തമായ ഭാഗങ്ങൾ പുറത്തു പറയാൻ പാടില്ലായിരുന്നു ഹേമ കമ്മിറ്റിയിലെ അംഗങ്ങൾ തന്നെ അതിലെഴുതിയിട്ടുണ്ട്. രണ്ടാം പിണറായി ഗവൺമെൻറ് വരുന്നു. ഈ റിപ്പോർട്ടിൻ്റെ ഉള്ളടക്കത്തിലേക്കല്ല ഞങ്ങൾ പോയത്. ഈ റിപ്പോർട്ടിൽ പറഞ്ഞ നിർദ്ദേശങ്ങൾ എന്തെല്ലാമാണ് അതിലേക്ക് പോയി. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നിർദ്ദേശപ്രകാരം നിർദ്ദേശങ്ങൾ നടപ്പാക്കാൻ വേണ്ടി നമ്മൾ അതിൻ്റെ നിയമപരമായ കാര്യങ്ങൾ, അതിൻ്റെ സാങ്കേതികത്വം പരിശോധിച്ചു. റിപ്പോർട്ടിൽ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. 100 കണക്കിന് പേജുകളിൽ ആളുകൾ കൊടുത്ത മൊഴി എല്ലാ റിപ്പോർട്ടിലുണ്ട്. അതിൻ്റെ ഫാക്ട്സിലേക്ക് പോകാൻ ഗവൺമെൻറ് അവകാശമില്ല. കാരണം ഗവൺമെൻറ്റിനോട് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ ആ ഫാക്ട്സിലേക്ക് പോരുന്നതാണ്. ഞങ്ങൾ ആ ഫാക്ട്സിലേക്ക് പോയില്ല. കാരണം സർക്കാർ പോകാൻ പാടില്ല.
അങ്ങനെ വന്നപ്പോഴാണ് കോടതിയിലേക്ക് പോകുന്നത്. അപ്പോൾ കോടതി എന്ത് ചെയ്തു? നേരെ അങ്ങോട്ട് വിളിപ്പിച്ചു. ഞങ്ങൾക്ക് ഒരു ഒബ്ജക്ഷനില്ല. ബഹുമാനപ്പെട്ട ഹൈക്കോടതി മുമ്പിലേക്ക് സാധനം കൊടുത്തു. ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഇത് പരിശോധിച്ച് കഴിയുമ്പോഴാണ് ഇതിൻ്റെ പ്രസക്ത ഭാഗങ്ങൾ മീഡിയ നിങ്ങൾക്കെല്ലാം കിട്ടുന്നത്. അപ്പം ഞങ്ങളോട് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്ന കാര്യങ്ങൾ ഞങ്ങൾ ചെയ്യുന്നില്ല. എന്നാൽ ഈ കമ്മിറ്റിയുടെ മുകളിൽ അധികാരമുള്ള ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഇത്തരം വിഷയങ്ങളുടെ അതിനുള്ളടക്കം എന്താണ് എന്ന് മനസ്സിലാക്കാൻ വിളിക്കുമ്പോൾ അത് കൊടുക്കാനുള്ള ഉത്തരവാദിത്വം ഞങ്ങളുണ്ട്. ആ ഉത്തരവാദിത്വം ഞങ്ങൾ കാണിച്ചു. അപ്പോൾ രഹസ്യ സ്വഭാവം കാത്തു സൂക്ഷിക്കണമെന്ന് പറയുന്ന ഭാഗം ഉത്തരവാദിത്വ ബോധത്തോടുകൂടി ഞങ്ങളത് സൂക്ഷിച്ചു. നിയമപരമായി കോടതി അത് കാണണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ ആ നിയമപരമായ ഭാഗം ഞങ്ങൾ സംരക്ഷിച്ചു. ഒരാളിനെയും ഇതിനകത്ത് സംരക്ഷിക്കാൻ ഞങ്ങൾ പോയില്ല. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, ആഭ്യന്തര വകുപ്പ്, കേരളം അറിയപ്പെടുന്ന ഏറ്റവും സമർത്ഥരായ വനിതകളടക്കമുള്ള പോലീസ് ഉദ്യോഗസ്ഥരെ വെച്ചുകൊണ്ട് അന്വേഷണ സമിതി വെച്ചു. ആ അന്വേഷണ സമിതി വെച്ചതിന് ശേഷം നടത്തിയ പത്രസമ്മേളനത്തിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞു, ഈ കാര്യത്തിൽ ഏതാൾക്ക് പരാതി ഉണ്ടോ നിങ്ങൾക്ക് ആ പരാതി ബന്ധപ്പെട്ട ഈ ഉദ്യോഗസ്ഥർ മുമ്പ് നിങ്ങൾക്ക് സമർപ്പിക്കാം. അത് 100% കോൺഫിഡൻഷ്യൽ ആയിരിക്കും. അതിൻ്റെ രഹസ്യ സ്വഭാവം സൂക്ഷിക്കും. ആരും ഭയപ്പെടേണ്ട എന്ന് പറയാനുള്ള ധൈര്യം കാണിച്ച ഒരു മുഖ്യമന്ത്രി, കേരളത്തിലെ മുഖ്യമന്ത്രി. മന്ത്രി എന്ന് എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു പറയാം. അങ്ങനെ കുറേ ആളുകൾ പറഞ്ഞു, കുറേ ആളുകൾ പരാതി കൊടുത്തു. ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്ന പരാതി കൊടുത്ത പലരും പിന്നെ പിന്മാറിയെന്നും കേട്ടു. ഞങ്ങളെ സംബന്ധിച്ച് അതല്ല പ്രശ്നം. ഇന്നലകളിൽ സംഭവിച്ചതിനെപ്പറ്റി നിയമപരമായ നടപടി സ്വീകരിക്കട്ടെ. ആർക്ക് പരാതി ഉണ്ടെങ്കിലും ഗവൺമെൻറ്റിൻ്റെ മുമ്പിൽ, പോലീസിൻ്റെ മുമ്പിൽ, കോടതി മുമ്പിൽ നമുക്ക് പോകാം. ഒരാളിനെ ഞങ്ങൾ തടയുന്നില്ല. പക്ഷേ ഇന്നലെ സംഭവിച്ചത് നാളെ സംഭവിക്കാതിരിക്കാൻ കഴിയുന്ന സ്റ്റാൻഡാണ് ഗവൺമെൻറ് എടുക്കുന്നത്. ഇന്നലെ സംഭവിച്ചതിനെപ്പറ്റി പരാതി ഉണ്ടെങ്കിൽ ആ നടപടി അതിൻ്റെ നിയമപരമായ ഭാഗത്ത് നടക്കുകയും ഇത്തരം കാര്യങ്ങൾ മേൽ സംഭവിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലും അടൂർ ഗോപാലകൃഷ്ണൻ്റെ റിപ്പോർട്ടിലും പറഞ്ഞിട്ടുള്ള ഇത്തരം പരാമർശങ്ങൾ, അതിൻ്റെ നിർദ്ദേശങ്ങൾ, അതിൻ്റെ ഉള്ളടക്കം അത് കൃത്യമായി കേരളത്തിൽ നടപ്പാക്കാനുള്ള ഒരു ആറ്റിറ്റ്യൂഡാണ്, സ്റ്റാൻഡാണ്. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം അന്വേഷണ പ്രത്യേക സംഘത്തെ നിയോഗിച്ചു സർക്കാർ. ഇങ്ങനെ ഒരു സർക്കാരിൻ്റെ നീക്കം സിനിമാ മേഖലയിൽ സ്ത്രീകളായ ഈ നടന്മാർക്കും നടിമാർക്കുമൊക്കെ ആത്മവിശ്വാസം പകർന്നു എന്ന് തോന്നലുണ്ടോ? 100% ആത്മവിശ്വാസം പകർന്നിട്ടുണ്ട്. ഇപ്പം ഞാൻ പറയാമല്ലോ, ഇൻറ്റേർണൽ കമ്മിറ്റി ഞങ്ങൾ വെച്ചു, നമ്മുടെ ഗവൺമെൻറ് വെച്ചു. അതായത് ഷൂട്ടിംഗ് കേന്ദ്രങ്ങളിൽ എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ അവിടെ കൊടുക്കാം. നല്ല മാറ്റം വന്നു. ഇന്നിപ്പോൾ നമ്മൾ ഈ നിയമത്തിലേക്കൊന്നും പോകുന്നില്ലല്ലോ. നമ്മളിപ്പോഴല്ലേ കോൺക്ലേവിലേക്ക് വരുന്നത്. ഇപ്പം നമ്മുടെ കേരളത്തിൽ കഴിഞ്ഞ ഒരു വർഷം ഒരു 300 സിനിമ ഇറങ്ങിയിട്ടുണ്ട്. കാര്യമായ പരാതി വന്നിട്ടില്ല. പരാതി കൊടുക്കാൻ ആത്മവിശ്വാസത്തോടുകൂടി മുന്നോട്ട് വരാൻ കഴിയുന്ന അന്തരീക്ഷം ഉണ്ടായിട്ടും പരാതികൾ വരാഞ്ഞതിൻ്റെ ഒരു കാര്യം ഇൻറ്റേർണൽ കമ്മിറ്റിയുടെ പ്രവർത്തനം. ഏതെങ്കിലും ഒരു പരാതി വന്നാൽ അത് കൃത്യമായി കൈകാര്യം ചെയ്യും. പരാതിയിൽ പറയുന്ന ആളാരായിക്കോട്ടെ, അത് മുഖ്യമന്ത്രി പറഞ്ഞു, ഏത് വ്യക്തി ആയിക്കോട്ടെ, അത് നിയമ നടപടിക്ക് വിധേയമാകും എന്ന കാര്യം കൃത്യമായി അവർക്ക് മനസ്സിലായി. അപ്പോൾ ഇപ്പം എന്താ, എല്ലാ ഭൂരിപക്ഷ ആളുകളും മാന്യമായിട്ട് ഇടപെടുന്നത്. വനിതകളോട്, പ്രത്യേകിച്ച് സിനിമാ രംഗത്തുള്ള വനിതാ പ്രവർത്തകരോട് വളരെ മാന്യമായിട്ട് ഇടപെടുന്നുണ്ട്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ ഒരു നിലപാട് സ്വീകരിക്കുമ്പോൾ ഇവർക്ക് ആത്മവിശ്വാസം കിട്ടി. ഈ ആത്മവിശ്വാസം എങ്ങനെ പൂർണ്ണതയിലെത്തുന്നത്? അതിൻ്റെ നിയമപരമായ കാര്യങ്ങളിലേക്ക് നമ്മൾ എത്തണം. അതിനുള്ള സംവിധാനം ഉണ്ടാണ്. ഇപ്പോൾ പലരും എന്നോട് പറഞ്ഞൊരു പരാതിയുണ്ട്, ആവശ്യത്തിന് ടോയ്ലറ്റ് പോലും ഇല്ല. ഞങ്ങൾ ഇടപെട്ടു. ഞങ്ങളിവിടെ ബന്ധപ്പെട്ട പ്രൊഡ്യൂസേഴ്സിൻ്റെ, ബന്ധപ്പെട്ട സംവിധായകരുടെ യോഗം ഞാൻ വിളിച്ചു. ഞങ്ങൾ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ ഒരു സിനിമ ഷൂട്ട് ചെയ്യുകയാണെങ്കിൽ പ്രാഥമികമായി എടുക്കേണ്ട എല്ലാ നടപടിക്രമങ്ങളും ഉണ്ടാകണം. ഏതെങ്കിലും ഒരു പരിശോധന ഇല്ല എങ്കിൽ ആ സിനിമയെ സംബന്ധിച്ച് അതുമായി ബന്ധപ്പെട്ട ആളുടെ പേരിൽ നടപടി സ്വീകരിക്കും. ഇപ്പോൾ ഒരു സിനിമ എടുക്കാൻ പോയി കഴിഞ്ഞാൽ അതിൻ്റെ അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം ചെയ്യും. വനിതകൾക്ക് വിശ്രമിക്കാനുള്ള സംവിധാനം, അവർക്ക് ഉറങ്ങാനുള്ള സംവിധാനം, അവർക്ക് സെക്യൂരിറ്റി മെഷേഴ്സ്, ഇതെല്ലാം ഇപ്പോൾ വന്നിട്ടുണ്ട്. എന്നാൽ പൂർണ്ണമാകുന്നത് അങ്ങനെ ഈ നയം വരുന്നതോടുകൂടി അതിൻ്റെ ഭാഗമായിരുന്ന നിലപാട് നിയമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇത് വരുന്നത്. ഇപ്പം നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കുക, പട്ടികജാതി വിഭാഗത്തിൽപ്പെടുന്ന ഈ ഏറ്റവും ദുർബലരായ ജനവിഭാഗം, അവർക്ക് 2 സിനിമ ഒരു വർഷം നിർമ്മിക്കുന്നതിന് വേണ്ടി 3 കോടി രൂപ ഞങ്ങൾ കൊടുക്കും, 1.5 കോടി വെച്ച്. 5 സിനിമ കേരളത്തിൽ ഇറങ്ങി. ഈ ഗവൺമെൻറ്, പിണറായി വിജയൻ ഗവൺമെൻറ്റിൻ്റെ ഈ കാലയളവിൽ ഇതിനു മുമ്പ് ആരെങ്കിലും അങ്ങനെ ചെയ്തിട്ടുണ്ട്? ഒരു പട്ടികജാതിക്കാരൻ ഈ കേരളത്തിൽ, നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ ജനവിഭാഗത്തെ എത്രമാത്രം ഞങ്ങൾ ചേർത്ത് പിടിച്ചു. സിനിമ എടുക്കാൻ കഴിയുന്ന എത്ര ബോൺ ടാലൻറ്റഡ് ആയിട്ടുള്ള ആളുകൾ SC/ST മേഖലയിലുണ്ട്. പക്ഷേ അവരുടെ സാമൂഹ്യ പിന്നോക്കാവസ്ഥ, സാമ്പത്തിക പിന്നോക്കാവസ്ഥ കൊണ്ട് അവർക്ക് ഒരിക്കലും ഈ മേഖലയ്ക്ക് വരാൻ കഴിയില്ല. ഒരു സമ്പന്ന വിഭാഗത്തിൻ്റെ കൈകളിൽ മാത്രം ഓടിയുന്ന സിനിമ ഇന്ന് ഈ നാട്ടിലെ പട്ടികജാതി പട്ടികവർഗക്കാരൻ്റെ കുട്ടികൾ, സമർത്ഥരായ സംവിധായകർ,
അവർ വന്നിട്ട് സിനിമ എടുത്തിട്ട് പ്രദർശിപ്പിക്കുന്നു. ഞങ്ങളുടെ OTT പ്ലാറ്റ്ഫോമിലും ഞങ്ങളുടെ സ്ക്രീനുകളിലും ഒക്കെ ഓടുകയാണ്. സ്ത്രീകൾ, ഏതെങ്കിലും സ്ത്രീകൾക്ക് കേരളത്തിൽ സിനിമ എടുക്കാൻ അവസരം ഉണ്ടായിരുന്നു? 1.5 കോടി വീതം 2 പേർ, ഇപ്പം 4 സിനിമ ഇറങ്ങി, 3 കോടി രൂപ എല്ലാ വർഷവും ഗവൺമെൻറ് കൊടുക്കുകയാണ്. അത് കൃത്യമായി ഞങ്ങൾ മോണിറ്റർ ചെയ്ത് കൃത്യമായ സിനിമ റിലീസ് ചെയ്യുന്നു, അവർക്ക് ആത്മവിശ്വാസം കൊടുക്കുന്നു. ഇനിയിപ്പോൾ സ്ത്രീകൾക്ക് സാങ്കേതിക മേഖല കേരളത്തിൽ ഒരു സ്ത്രീയുണ്ടോ? ഇന്ന് നമ്മുടെ ചലച്ചിത്ര അക്കാദമി ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം സാങ്കേതിക മേഖലയിൽ കഴിവുള്ള സ്ത്രീകളെ കണ്ടെത്തിയിട്ട് ട്രെയിനിങ് കൊടുക്കുക മാത്രമല്ല, മാസങ്ങളോളം നിൽക്കുന്ന ട്രെയിനിങ് കഴിഞ്ഞതിന് ശേഷം സിനിമ ഇൻഡസ്ട്രിയിലേക്ക് അവർക്ക് കൊടുക്കുകയാണ്, ട്രെയിനിയായിട്ട് പോവുകയാണ്. ഇപ്പം നിരവധി ക്യാമറ കൈകാര്യം ചെയ്യുന്നവർ, മറ്റ് ടെക്നീഷ്യന്മാർ, എല്ലാ സാങ്കേതിക മേഖലയിലും സ്ത്രീകളുടെ എണ്ണം കേരളത്തിൽ ഈ കാലയളവ് വർദ്ധിച്ചു. ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം നടപ്പാക്കിയ കാര്യമാണ്. ട്രാൻസ്ജെൻഡേഴ്സിൻ്റെ കാര്യത്തിൽ ഞങ്ങളിപ്പോൾ പ്രത്യേകമായ സഹായങ്ങളും പിന്തുണയും ഞങ്ങളിപ്പോൾ ഉണ്ടാക്കി. അപ്പോൾ നിയമം പൂർണ്ണമായി വരുമ്പോൾ, നയം പൂർണ്ണമായിട്ട് വരുമ്പോൾ ഇതിൻ്റെയൊക്കെ എത്രയോ മടങ്ങ് ഈ ദുർബല ജനവിഭാഗത്തിനും സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡേഴ്സിനും സാധാരണ മനുഷ്യനും സിനിമ ഇൻഡസ്ട്രിയിലേക്ക് കടന്നു വരാൻ കഴിയുന്ന വളരെ ഡെമോക്രാറ്റിക് ആയിട്ടുള്ള, എല്ലാവർക്കും പ്രചോദനം കൊടുക്കുന്ന, ആത്മവിശ്വാസം കൊടുക്കുന്ന ഒരു ഇതാണ് നമ്മളിപ്പോൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അതൊരു വൻ വിജയമാകും എന്ന കാര്യത്തിലൊരു സംശയം എന്നെ സംബന്ധിച്ചു. ഈ 2017 കൊച്ചിയിൽ നടിയാക്രമിക്കപ്പെട്ട സംഭവം ഒരുപക്ഷെ മലയാളികൾ ഇപ്പോഴും വേദനയോടെയാണ് അത് ഓർക്കുന്നത്. ഇപ്പോൾ കോൺക്ലേവ് നടക്കുന്ന ഘട്ടത്തിലും ആ കുട്ടിക്ക് നീതി ലഭിച്ചില്ല എന്നൊരു തോന്നലുണ്ടോ? കാരണം കേസ് ഇപ്പോഴും പൂർത്തിയായിട്ടില്ല. ഒരു കേസ് കോടതിയിൽ നിൽക്കുന്ന ഒരു വിഷയത്തെപ്പറ്റി ഞാനിപ്പോൾ ഒരു അഭിപ്രായം വന്നത് ശരിയല്ല. അതിൻ്റെ ഫാക്ട്സ് അങ്ങുൾപ്പെടെ അത് സംബന്ധിച്ച് ഒരുപാട് അന്വേഷണങ്ങൾ നടത്തി, ഒരുപാട് വാർത്തകൾ നമ്മുടെ മാധ്യമങ്ങളിൽ വന്നിട്ടുണ്ട്. അപ്പോൾ കോടതിന് മുമ്പാകെ നിൽക്കുന്ന ഒരു കാര്യത്തിൽ ഒരു മന്ത്രി എന്ന നിലയിൽ, പ്രത്യേകിച്ച് ആ വകുപ്പ് കൈകാര്യം ചെയ്തൊരു മന്ത്രി എന്ന നിലയിൽ ഞാനിപ്പോൾ ഒരു അഭിപ്രായം പറഞ്ഞാൽ അത് ചിലപ്പോൾ ഗുണത്തേക്കാളേറെ ദോഷമായിരിക്കും വരുന്നത്. എന്തായാലും അത് ബഹുമാനപ്പെട്ട കോടതിന് മുമ്പാകെ നിൽക്കുന്നു. തെറ്റുണ്ടോ ശരിയുണ്ടോ അത് കോടതി പരിശോധിക്കട്ടെ. ഉചിതമായ തീരുമാനം ബഹുമാനപ്പെട്ട കോടതി എടുക്കുമെന്നുള്ള പ്രതീക്ഷ എനിക്ക് മാത്രമല്ല, ഈ രാജ്യത്ത് എല്ലാവർക്കും ഉണ്ട്. അങ്ങനൊരു സംഭവം ഒരു കാലത്തും ഉണ്ടാകാൻ പാടില്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ്. ആ സംഭവത്തിൽ എന്താ പറയുന്നത്, ഇരയായ പെൺകുട്ടി, ആ പെൺകുട്ടി എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ മകളാണ്, അല്ലെങ്കിൽ നമ്മുടെ സഹോദരിയാണ്. നാളെയും നമ്മുടെ സഹോദരിമാർക്കും നമ്മുടെ മക്കൾക്കും ഈ ഇൻഡസ്ട്രിയിലല്ല, ഈ സമൂഹത്തിൽ ഇത്തരം അവരുടെ കഴിവുകളെ സ്വാധീനിച്ച് എവിടെയെങ്കിലും അവരുടെ കഴിവുകൾ പ്രദർശിപ്പിക്കേണ്ട മേഖലയിൽ അവർ ആക്രമണത്തിന് വിധേയരായാൽ ഒരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റില്ല. അങ്ങനെ അംഗീകരിക്കുന്ന വിഷയം ഒതുക്കുന്നില്ല. അതാണല്ലോ ഞാൻ പറഞ്ഞത്, ഇതിൻ്റെ എല്ലാം ആത്യന്തികമായ ഒരു തീരുമാനത്തിലേക്ക് സർക്കാരിൻ്റെ മനസ്സെത്താൻ ഒരു പക്ഷേങ്കിൽ അതിനുശേഷം വനിതാ പ്രവർത്തകർ, സിനിമാ രംഗത്ത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് കൊടുത്ത നിവേദനം, അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഹേമ കമ്മിറ്റി രൂപീകരണം, അതിൻ്റെ പരിശോധനകൾ ഒക്കെ ഈ മേഖലയിൽ നടന്നിട്ടുള്ള ചില തെറ്റായ കാര്യങ്ങളിൽ നിന്ന് ആരംഭിച്ചതാണെന്ന സംശയം വേണ്ട. അത് കാർക്കശ്യമായി പൂർണ്ണമായി അവസാനിപ്പിക്കുക എന്നതാണ് ഗവൺമെൻറ് ലക്ഷ്യമിടുന്നത്. ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല, ഉണ്ടാകാൻ അനുവദിക്കില്ല. അത് ഈ ഗവൺമെൻറ്റിൻ്റെ പ്രഖ്യാപിത നയമാണ്. അത് ഈ ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും ആത്മവിശ്വാസം കൊടുക്കുന്ന ഒരു കാര്യമായിട്ട് മാറുമെന്നാണ്. ഒരു വ്യത്യസ്തമായ തൊഴിൽ മേഖലയാണ് സിനിമ. സ്വാഭാവികം ഒരു 45 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു തൊഴിൽ. അതുകൊണ്ട് തന്നെ അവിടെ മറ്റ് തൊഴിൽ നിയമങ്ങൾ ബാധകവുമല്ല, അത് കൃത്യമായി നടപ്പിലാക്കുക എളുപ്പവുമല്ല. ഏതായാലും ഈ നിയമം പ്രാബല്യത്തിൽ, ഇത് നിയമമായി വരുന്നു, അത് പ്രാബല്യത്തിൽ വരുന്നതോടെ സ്വാഭാവികമായ ഒരു ശുദ്ധീകരണം ഈ മേഖലയിൽ ഉണ്ടാകണമല്ലോ. ഇപ്പോൾ തൊഴിൽ നിയമങ്ങൾ ബാധകമല്ലെന്ന് പറയേണ്ട കാര്യമില്ല, ബാധകമാകും. ഇപ്പം ഞങ്ങൾ ഈ കോൺക്ലേവിൽ ഒരു പ്രധാനപ്പെട്ട പാനൽ ഡിസ്കഷനിലെ പേപ്പർ സബ്മിറ്റ് ചെയ്തത് തൊഴിലുമായി ബന്ധപ്പെട്ട തൊഴിൽ നിയമങ്ങളാണ്. ഒരു ആളവിടെ പ്രവർത്തിക്കുമ്പോൾ പ്രമുഖനായ ഒരു നടനോ ഒരു നടിക്കോ കിട്ടുന്ന സമ്പത്ത് ഏറ്റവും താഴെയുള്ള ഒരു ലൈറ്റ് ബോയ് കിട്ടത്തില്ല, അല്ലെങ്കിൽ ഒരു ക്യാമറാമാൻ കിട്ടുന്നില്ല. വലിയ തരത്തിലുള്ള അന്തരം വരുന്നു. ഈ വലിയ തരത്തിലുള്ള അന്തരം വരുമ്പോൾ എങ്ങനെയാണ് ഇവർ ജീവിക്കുന്നത്? ഈ 3 മാസത്തെ തൊഴിൽ കഴിഞ്ഞാൽ ചിലപ്പോൾ 1 വർഷം പിന്നെ പണിയൊന്നും കാണത്തില്ല. അപ്പോൾ ഇവർക്ക് ഒരു സുരക്ഷിതത്വം ഉറപ്പുവരുത്താൻ നമുക്ക് കഴിയണം. ഒരു ഇൻഡസ്ട്രി എന്നുള്ള നിലയിൽ ആ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്ത് പ്രവർത്തിക്കുന്ന എല്ലാവർക്കും സാമ്പത്തിക സുരക്ഷിതത്വം ഉറപ്പുവരുത്തുക എന്നത് ഈ കോൺക്ലേവിൻ്റെ പ്രധാനപ്പെട്ട ഘടകമാണ്. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ആരെയും വിളിച്ചിട്ട് ഏതെങ്കിലും രൂപത്തിലൊരു സിനിമ എടുത്ത് അവർ സിനിമയോടൊക്കെ വലിയ ഒരു സ്നേഹമല്ല, ഒരു പ്രേമമുള്ള ആൾക്ക് അതിനെ നിങ്ങൾ എക്സ്പ്ലോർ ചെയ്ത് ഒരാളിനെ ഉപയോഗപ്പെടുത്തി, നിങ്ങളിപ്പോൾ ഉദാഹരണം ഒരു സിനിമയിൽ ഒരു ക്യാമറ കൈകാര്യം ചെയ്യാൻ അവസരം കിട്ടി, ജീവിതത്തിലെ ഏറ്റവും നല്ല സന്തോഷകരമായ ദിവസമാണ്.
അല്ലെ ഒരു സിനിമയിൽ ഒരു മുഖം കാണിക്കാൻ അവസരം കിട്ടി, ജീവിതത്തിൽ ഏറ്റവും ആത്മസന്തോഷം കിട്ടുന്ന ദിവസം. ആ ഒരു സന്തോഷത്തിനെ നമ്മൾ എക്സ്പ്ലോയിറ്റ് ചെയ്തിട്ട് ചില്ലറ കാശ് കൊടുത്തിട്ട് നമുക്കൊരു മുഖം കാണിക്കാൻ അവസരം തന്നു കേട്ടോ, നല്ല റോളാണ് കൊടുത്തേക്കുന്നത്, 3 മാസത്തിൽ 2 മാസം അഭിനയിച്ചു, ഒരു 5 ലക്ഷം രൂപയെങ്കിലും കിട്ടേണ്ടതിന് 25,000 രൂപ കൊടുത്തിട്ട് സിനിമയ്ക്കകത്ത് അഭിനയിച്ചിട്ടുണ്ട് കേട്ടോ, ഇത്ര ചാൻസൊക്കെ തരിക എന്ന് ആദ്യമേ പറഞ്ഞ് ബോധ്യപ്പെടുത്തി ഈ 25,000 കൊടുത്ത് കളിപ്പിക്കാൻ കഴിയുന്ന അന്തരീക്ഷം പല സ്വഭാവം പല രൂപത്തിൽ സിനിമയിലുണ്ട്, അല്ലെങ്കിൽ സീരിയലുണ്ട്. അപ്പോൾ ആ രീതി ഞങ്ങൾ ഈ ചർച്ചയുടെ ഭാഗമായി അത് അവസാനിപ്പിക്കണം. കാരണം ഒരു ആൾ അതിൽ ഒരു ടെക്നിക്കൽ മേഖല അല്ലെങ്കിൽ ഒരു അഭിനയ രംഗത്ത് ഒരാൾ ജോലി ചെയ്താൽ ന്യായമായ കൂലി കൊടുത്തിരിക്കണം. അവിടെ ലാഭനഷ്ടങ്ങളുടെ കണക്കല്ല, അധ്വാനത്തിൻ്റെ ഫലമാണ് നമ്മൾ നോക്കുന്നത്. ആ അധ്വാനത്തിനനുസരിച്ച് അവൻ്റെ ബുദ്ധിയും ശക്തിയോടെ പ്രവർത്തിക്കുക, ശാരീരിക ബുദ്ധി മാത്രമല്ല, അവൻ്റെ ബുദ്ധിയും ശക്തിയും കൂടെ പ്രവർത്തിക്കുമ്പോഴാണ് അവന് ന്യായമായ വിഹിതം വേതനം കൊടുക്കണമെന്ന് ഞങ്ങൾ പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ചർച്ചയിൽ തൊഴിൽ മേഖലയിലെ ഇന്നുള്ള ഇൻഡസ്ട്രിയിലെ ഈ അസ്വസ്ഥതകൾ അല്ലെങ്കിൽ ഈ വ്യത്യസ്തതകൾ അത് പരിഹരിക്കാൻ കഴിയുന്ന ഒരു തീരുമാനം ഇതിൻ്റെ ഭാഗമായിട്ട് വരും എന്ന നല്ല വിശ്വാസമാണ് എനിക്കുള്ളത്. ഒന്ന്, ഈ കോൺക്ലേവിലൂടെ സംസ്ഥാന സർക്കാർ സിനിമാ വകുപ്പ് ലക്ഷ്യമിടുന്നത് ഒരുപക്ഷെ രാജ്യത്തിന് തന്നെ മാതൃകയായ ഒരു സിനിമാ നയമാണ്. അത് രൂപീകരിക്കാൻ പറ്റുമെന്ന ആത്മവിശ്വാസം തന്നെയാണ് സിനിമാ സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ പങ്കുവയ്ക്കുന്നത്. നന്ദി. താങ്ക് യു.